അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് വല്ലാതെ അങ്ങ് സ്നേഹിച്ചാർ, പിർസപിച്ചാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ട വല്ലാത്ത ನಂಬಿಕೆಯಾയിരിക്കും സ്വഹാബത്ത്. ആനംതോ പിർസപ്പാടും അതബും ನಂಬಿಕೆ ആ നബി തങ്ങളുടെ ബറവ് കാരണം വെറുതെ കാരുടെ മേലും ನಂಬಿಕೆ വന്നില്ലല്ലേ. അള്ളാഹിൻ്റെ റസൂൽ എന്തൊരു കാര്യം ചെന്നെങ്കിലും അത് അതുപോലെ സംഭവിക്കുന്നതായിരിക്കും പിൽക്കാലത്തിൽ നമുക്ക് കാണാൻ സാധ്യം. അവിടെ തൻ്റെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് അത് അതുപോലെ നടന്നു. നോക്കൂ, ഇമാം ബൈഹഖി തൻ്റെ ദലായിൽ നുബുവ ചില കിതാബിൽ രേഖപ്പെടുത്തിയ ഒരുപാട് അത്ഭുത സംഭവത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ്. നുബുവത്തിലെ പ്രൂഫുങ്ങ, അള്ളാഹുടെ നബി ചെല്ലതിക്കുള്ളതായ പ്രൂഫുങ്ങ, ഒരുപാട് അത്ഭുത സിദ്ധിങ്ങ. സെയ്ദ് റളിയല്ലാഹു അൻഹു ഉഷാറില്ലാണ്ട് ഔത്തുൽ കിടന്നത്, ഏകദേശം മരിക്കുള്ളതായ ഒരവസ്ഥയിലായിട്ടിക്കിടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സന്ദർശിക്കുക ಬಂತು, രോഗ സന്ദർശനത്ത് എല്ലാ നിലക്കും ഔത്തറങ്ങ സ്വയം സെയ്ദ് റളിയല്ലാഹു അൻഹു ആശ വിട്ടു. ഏതായാലും മിഞ്ചില്ലാണ്ട് എല്ലാവരും ആശ വിട്ട കണക്ക്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ രോഗ സന്ദർശിച്ച് ചെന്ന ഫലക്ക ലൈസ അലൈക മിൻ മർലിക ബഅസുൻ യാ സെയ്ദ്. സെയ്ദെ, എന്തു നിനക്ക് സംഭവിക്കില്ല, ഈ രോഗം കൊണ്ട് നിനക്കെന്തും സംഭവിക്കുകയും പോണില്ല, നിൻ്റെ പ്രാണത്തിന് ഹാനിയൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ലാക്കിൻ കൈഫലക ഇദാ അമ്മർത ബഅദി ഫഅമീത. നീന് ചെമ്മ ആയുസ് നിൻ്റെ അള്ളാഹു നിനക്ക് തറവുണ്ട്. എവിടത്തോളം ചെന്നെങ്കിൽ ആയുസ് നീണ്ടിട്ട് ബയസ്സായിട്ട് നിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുകൊണ്ട് ചെയ്തേ. അപ്പം നിൻ്റെ അവസ്ഥ എന്തായിട്ടിരിക്കും, നീ എന്തിനാ കിടപ്പാണ്ട് ഇങ്ങനെ കേട്ടത്. മരിക്കോ പോകുന്ന ഒരു വ്യക്തി എല്ലാവരും ആശ വിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലു, സെയ്ദേ നീ മരിക്കില്ലേ, നിനക്ക് അള്ളാഹു ചെമ്മ ആയുസ് തറവുണ്ട്. അവസാനമായിട്ട് വാർദ്ധക്യ സഹജമായിട്ട് നിൻ്റെ കണ്ണിടെ കാഴ്ചയെല്ലാം നഷ്ടപ്പെടുകൊണ്ടു. അപ്പം നീ എന്താക്കടേ ആയിട്ട് കേട്ടത്. അപ്പോൾ സെയ്ദ് സ്വയമായിട്ട് നമ്പവും സാധ്യമില്ലാത്ത വിഷയം, പക്ഷേ ചെന്ത് അഹത്തസിബു വാസ്ബിറു, അങ്ങനെ അള്ളാഹു നക്ക് ആയുസ് നീട്ടി തന്നെങ്കിൽ ഞാൻ സബറാക്കടേ, അള്ളാഹുടെ മക്കളിൽ നിന്നിട്ട് കൂലി ആഗ്രഹിക്കടേ. ആ സമയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ത് ഇദൻ തദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. നിനക്ക് പണ്ടതായ പരീക്ഷനെല്ലാം സബറാക്കിയിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നീന് ഹിസാബില്ലാണ്ട് സ്വർഗത്ത് കിടക്കട്ടെ സെയ്ദേ ചെന്ത്. അങ്ങനെ ചരിത്രകാരന്മാർ ചെല്ലാറ് ഫഅമിയ ബഅദമാ മാത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സെയ്ദ് കുറേ കാലം ജീവിച്ചിട്ട് അങ്ങനെ അവസാനം നബി തങ്ങൾ ചെന്നതുപോലെ ആ സെയ്ദ് റളിയല്ലാഹു അൻഹു കുരുടായിട്ട് കുറേ കാലം ജീവിച്ചിട്ട് അങ്ങനെ പിന്നെ മരിച്ചു പോയിട്ട്. അപ്പോൾ നോക്കൂ, എങ്ങനെ ചെന്ന് അതുപോലെ സംഭവിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബായിൽ കൂലെ വന്നതിനെ അള്ളാഹു അതിനെ നേരാക്കി കാണിച്ച, അല്ലെങ്കിൽ അള്ളാഹുടെ കുദ്റത്തിലുള്ള കാര്യത്തെ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹു മുൻകൂട്ടി അറിയിച്ചു കൊടുത്ത അതായിരിക്കണം മുഅ്ജിസത്ത്. ഇതുപോലെ മഹാന്മാരിൽ നിന്നിട്ട് ഉണ്ടാവുന്ന കറാമത്തും ഇതുപോലെ ആയിട്ടിക്കട്ടെ. അതിലെല്ലാം നിഷേധിക്കുന്ന ആൾമാർ വാസ്തവത്തിൽ അങ്ങ് അള്ളാഹുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചിട്ടുള്ളാറ്. അള്ളാഹു ഉള്ള ചിലത് ഉള്ളക്ക് പ്രൂഫായിട്ടിക്കട് അള്ളാഹുടെ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അള്ളാഹു കൊടുക്കുന്നതായ മുഅ്ജിസത്തും കറാമത്തും. ഈ കറാമത്തും മുഅ്ജിസത്ത് കണ്ടിട്ട് എത്രയോ മനുഷ്യന്മാർ ഇസ്ലാമിലേക്ക് കടന്നു കൊണ്ടാറ്. പക്ഷേ ഇന്നത്തെ ഈ പുതിയ ആശയത്തെ ആൾക്കാർ അള്ളാഹുടെ ഔലിയാക്കന്മാരെ കറാമത്തെല്ലാം നിഷേധിച്ചിട്ട് വാസ്തവത്തിൽ അങ്ങ് അള്ളാഹുടെ ദൃഷ്ടാന്തമായിട്ട് അങ്ങ് നിഷേധിക്കടേ. അള്ളാഹു അത്തരത്തിലുള്ള ആൾമാരെ ശരീരത്തൊട്ടു നാളെ ഈമാൻ്റെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു